ഹായ് ഫ്രണ്ട്സ്, ബിഫോർസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോക്കകത്ത് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് കറണ്ട് ചാർജ് എങ്ങനെ കുറയ്ക്കാം എന്നാണ്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ദിസ് ഇസ് ബിഫോറസ്, ഞാൻ നിങ്ങളുടെ സ്മിതേഷ്. നമുക്ക് കിടക്കാം വീഡിയോയിലോട്ട്. അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഫസ്റ്റ് കാര്യം, നമ്മൾ മെയിനായിട്ട് ലൈറ്റ് സെലക്ട് ചെയ്യുമ്പോൾ LED ലൈറ്റ് സെലക്ട് ചെയ്യുക എന്നാണ്. ഈ LED ലൈറ്റ് സെലക്ട് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ വൈദ്യുതി ഉപയോഗം വളരെ കുറഞ്ഞത് ആയിരിക്കും എന്നാണ്. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ AC ഉള്ള വീടുകളിൽ 24 ഡിഗ്രിയിൽ ആ ഡിഗ്രി സെൽഷ്യസിലോട്ട് AC സെറ്റിങ്സ് മാറ്റുക. അങ്ങനെ മാറ്റുമ്പോൾ AC ഉപയോഗത്തിൽ കറണ്ട് ചാർജ് വലിക്കുന്നത് വളരെ കുറഞ്ഞിരിക്കും എന്നാണ് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്മാർട്ട് വൈഫൈ മീറ്റർ ഉപയോഗിക്കുക എന്നാണ്. ഈ സ്മാർട്ട് വൈഫൈ മീറ്റർ ഉപയോഗിച്ചാലത്തെ ഒരു ഗുണം എന്ന് പറയുന്നത്, നമ്മൾ എത്ര യൂണിറ്റ് കറണ്ട് യൂസ് ചെയ്തു എന്ന് നമുക്ക് ഇതിൻ്റെ അകത്ത് അറിയാൻ വേണ്ടി പറ്റും. സോ നമ്മൾ അത് യൂണിറ്റ് നോക്കിയിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രം മതിയാകും. പിന്നെ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് പവർ സ്ട്രിപ്പ് ഉപയോഗിക്കുക. പവർ സ്ട്രിപ്പ് ഉപയോഗിച്ചാൽ തന്നെ നമുക്ക് വൈദ്യുതിയുടെ ചാർജ് വളരെ കുറയ്ക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ഊർജ്ജ കാര്യക്ഷമമായ, അതായത് എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഉപകരണങ്ങൾ മാത്രം മേടിക്കുക എന്നുള്ളതാണ്. ഉപകരണങ്ങൾ മേടിക്കുന്നതിന് മൂലം നമുക്ക് വളരെയധികം വൈദ്യുതി ലാഭിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. പിന്നെ അടുത്ത ഒരു കാര്യം, ഇത് യൂസ് ചെയ്യേണ്ട ശരിക്കും ഒരു 4000 അല്ല 5000 മേളിൽ കറണ്ട് ചാർജ് ഉള്ള ആൾക്കാരാണ് സോളാർ എനർജി സ്ഥാപിക്കുക, അത് യൂസ് ചെയ്യുക. അത് യൂസ് ചെയ്യുന്നതിന് മൂലം ഈ 4000 അല്ലെങ്കിൽ 5000 മേളിൽ കറണ്ട് ചാർജ് ഉള്ളവർക്ക് അത് വളരെയധികം ഒരു ഗുണം ആയിരിക്കും. പിന്നെ ലാസ്റ്റത്തെ കാര്യം എന്ന് പറയുന്നത്, ഉപയോഗം കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്ത് ഉപകരണങ്ങളായാലും അൺപ്ലഗ് ചെയ്യുക എന്നാണ്. ഇത് അൺപ്ലഗ് ചെയ്താലത്തെ ഒരു ഗുണം എന്ന് പറയുന്നത് വൈദ്യുതി നമുക്ക് ലാഭിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പം ഈ ഒരു കാര്യങ്ങൾ 7 കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കറണ്ട് ബില്ല് വരുന്നത് നമുക്ക് മാക്സിമം കുറയ്ക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.